അസ്സലാമലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഫിഷ് ബിരിയാണിയുടേതാണ്. ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് മരുമകളാണ്. കാരണം എന്നും ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയാണല്ലോ കഴിക്കാറ്. ഇന്ന് അവളോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. കാരണം അവളുണ്ടാക്കിയ ബിരിയാണി ഒന്ന് കഴിച്ച് നോക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് അയക്കൂറ മീനാണ്. ഈ അയക്കൂറ മീൻ 15 പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഫിഷ് ഫ്രൈ മസാലയും ഇതെല്ലാം കൂടി ഇട്ട് നാരങ്ങയുടെ നീരും ഇതെല്ലാം ഒഴിച്ച് കായം പുരട്ടി എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ മീൻ ഒരു ബിരിയാണി പോട്ടിലേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇന്നലെ 2 പേർക്ക് ഒഴിവാണ്, വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം മീനെല്ലാം മാറ്റിയതിന് ശേഷം ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സബോള ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിനായി കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോയതെന്ന്. ഞാൻ വന്നിട്ട് ഒരാഴ്ച ആയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. പിന്നെ എന്നാണ് മടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 മാസത്തിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒക്ടോബർ 2-ാം തീയതി ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്യും. സവാള നല്ലതുപോലെ വഴന്ന് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. തക്കാളിയൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് തൈരാണ്. 2 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം ഇവിടുത്തെ തൈര് തീരെ പുളിയില്ലാത്തതാണല്ലോ. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. തൈര് ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. 1 കിലോ അരി കൊണ്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. തിളപ്പിച്ചൂറ്റാതെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മസാല നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മീൻ നിരത്തി കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത മീനെല്ലാം അതിൻ്റെ മുകളിൽ നിരത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായി കുറച്ച് മസാല വെച്ച് കൊടുക്കാം. എന്നാലേ നമുക്ക് ഈ മസാല എല്ലാം മീനിലേക്ക് പിടിക്കുകയുള്ളൂ. എന്നതിന് ശേഷം അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയും ഫിഷൊക്കെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചോറുണ്ടല്ലോ, ആ ചോറും കൂടി നിരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ നട്ട്സും കിസ്മിസും കൂടി ഒന്ന് വറുത്ത് ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി ചോറനായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ നമ്മുടെ ഫിഷാണെങ്കിൽ നല്ല ഫിഷായിരുന്നു. ഫിഷ് നന്നാവണമല്ലോ, എന്നാലല്ലേ നമ്മുടെ ചോറും നല്ലതുപോലെ ആയി കിട്ടുക. പിന്നെ അതുമാത്രമല്ല, മോളുണ്ടാക്കിയ ചോറ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. കാരണം അവർ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മളാണല്ലോ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ അവളുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അടിപൊളി തന്നെയായിരുന്നു. എനിക്കും ഇക്കാക്കൊക്കെ നല്ല ഇഷ്ടമായി. നല്ലൊരു അടിപൊളി തന്നെയായിരുന്നു ഭക്ഷണം. പിന്നെ അവൾ ഫിഷ് വേറെയും ചോറ് വേറെ ആയിട്ടാണ് കേട്ടോ വിളമ്പിയിട്ടുള്ളത്. കാരണം ഫിഷ് നമ്മൾ ചോറ് വിളമ്പുന്ന സമയത്ത് ഉടഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായി നാളെ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.